ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ ഭക്തരുടെ അധ്വാനത്തിൻ്റെ പ്രതിഫലം ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. കർത്താവ് നമ്മുടെ അവകാശത്തെ തീർച്ചയായും നമുക്ക് നൽകിയിരിക്കും. ദൈവത്തിൻ്റെ ശക്തിയെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നതിന് വേണ്ടി ദൈവം നമ്മുടെ അവകാശങ്ങളെ എന്നേക്കുമായി സ്ഥാപിച്ചിരിക്കുന്നു. അവിടുത്തെ ഉടമ്പടി ഒരിക്കലും മറക്കുകയില്ല. കർത്താവിൻ്റെ ഉടമ്പടി ശാശ്വതമാണ്. ഒരിക്കലും അവിടുത്തെ ഉടമ്പടി അവിടുന്ന് തെറ്റിക്കുകയില്ല. കർത്താവായ ദൈവം ഈ രാത്രിയിൽ നമ്മെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി അവിടുന്ന് നമ്മോട് കൂടെയുണ്ട്. ഈ രാത്രിയിൽ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നാളത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 111. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കർത്താവ്. കർത്താവിനെ സ്തുതിക്കുവിൻ. നീതിമാന്മാരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും. കർത്താവിൻ്റെ പ്രവൃത്തികൾ മഹനീയങ്ങളാണ്. അവയിൽ ആനന്ദിക്കുന്നവർ അവ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. അവിടുത്തെ പ്രവൃത്തി മഹത്വം തേജസ്സുറ്റതുമാണ്. അവിടുത്തെ നീതി ശാശ്വതമാണ്. തൻ്റെ അത്ഭുത പ്രവൃത്തികളെ അവിടുന്ന് സ്മരണീയമാക്കി. കർത്താവ് കൃപാലുവും വാത്സല്യനിധിയുമാണ്. തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. അവിടുന്ന് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. ജനതകളുടെ അവകാശത്തെ തൻ്റെ ജനത്തിന് നൽകിക്കൊണ്ട് തൻ്റെ പ്രവൃത്തികളുടെ ശക്തിയെ അവർക്ക് വെളിപ്പെടുത്തി. അവിടുത്തെ പ്രവൃത്തികൾ വിശ്വസ്തവും നീതിയുക്തവുമാണ്. അവിടുത്തെ പ്രമാണങ്ങൾ വിശ്വാസ്യമാണ്. വിശ്വസ്തയോടും പരമാർത്ഥതയോടും കൂടെ പാലിക്കപ്പെടാൻ അവയെ എന്നേക്കുമായി സ്ഥാപിച്ചിരിക്കുന്നു. അവിടുന്ന് തൻ്റെ ജനത്തെ വീണ്ടെടുത്തു. അവിടുന്ന് തൻ്റെ ഉടമ്പടി ശാശ്വതമായി ഉറപ്പിച്ചു. വിശുദ്ധവും ഭീതിദായകവുമാണ് അവിടുത്തെ നാമം. ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. അത് പരിശീലിക്കുന്നവർ വിവേകികളാകും. അവിടുന്ന് എന്നേക്കും സ്തുതിക്കപ്പെടും. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അത്ഭുത പ്രവർത്തകനായ ദൈവമേ, ഇന്ന് പ്രഭാതം മുതൽ ഞങ്ങളെ കാത്തു സൂക്ഷിച്ചതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ഭക്തർക്കുമേലെ അവിടുന്ന് കരുണ തോന്നണമേ. കർത്താവേ, അങ്ങയുടെ ഉടമ്പടിയെ എന്നേക്കും അവിടുന്ന് ഓർക്കണമേ. അങ്ങയുടെ ഉടമ്പടി ശാശ്വതമാണ്. അതിനാൽ തന്നെ തേജസ്സുറ്റ ദൈവമേ, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളെ ഓർത്ത് നന്ദി പറയുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ അവകാശങ്ങളെ ഒന്നും തന്നെ നഷ്ടപ്പെടുത്താതെ ഞങ്ങൾക്ക് നൽകുന്ന ദൈവമേ, തക്ക സമയത്ത് അവിടുത്തെ ഭക്തരെ അവിടുന്ന് അനുഗ്രഹിച്ചുയർത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇന്നുവരെ നീ ചെയ്ത സകല നന്മകളെയും ഓർത്ത് കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, കാരുണ്യത്തോടെ ഞങ്ങളെ കാണണമേ. ഈ രാത്രിയിൽ രോഗികളുടെ മേൽ നീ കരം വെക്കണമേ. അത്ഭുത പ്രവർത്തകനായ ദൈവമേ, രോഗാവസ്ഥയിലായിരിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെ ശരീരത്തിൽ നീ സ്പർശിക്കണമേ. മനസ്സിനെ നീ സ്പർശിക്കണമേ. മാനസിക രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ശാരീരിക ക്ലേശങ്ങളും ദുരിതങ്ങളും കഴിയുന്ന ഓരോ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മരുന്നില്ലാത്ത, ചികിത്സയില്ലാത്ത രോഗങ്ങളുടെ ശാശ്വത സൗഖ്യത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീതിമാനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളോട് കരുണ തോന്നണമേ. ഈ രാത്രിയിൽ ഞങ്ങളുടെ പാപങ്ങളെ പുറത്ത്, ഞങ്ങളുടെ തെറ്റുകളെ ക്ഷമിച്ച് നിർമ്മലമായ ഹൃദയം നൽകി സുഖമായ നിദ്ര നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ കാത്തു പരിരക്ഷിക്കണമേ. കർത്താവേ, നാളത്തെ പ്രഭാതം കാണാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിച്ചുയർത്തണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയെ നീ സ്വീകരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഭയവും നിരാശയും നീക്കി ഒരു നല്ല നാളെ കാണുവാൻ, ഒരു നല്ല
നാളത്തെ നല്ല അനുഗ്രഹങ്ങളെ സ്വീകരിക്കാൻ ഈ രാത്രിയിൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. എല്ലാ തെറ്റുകളിൽ നിന്നും, കുറവുകളിൽ നിന്നും, ബലഹീനതകളിൽ നിന്നും, അറിഞ്ഞും അറിയാതെയും തിരുമുൻപിൽ ചെയ്തു പോയ പാപത്തിൽ നിന്നും ഞങ്ങൾക്ക് എന്നേക്കും മോചനം നൽകി കർത്താവേ, നിന്റെ ശിക്ഷയ്ക്ക് ഞങ്ങളെ വിധേയരാക്കല്ലേ. നിന്റെ ഭക്തരുടെ മേൽ കരുണ തോന്നി ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച് നിന്റെ അനുഗ്രഹത്തിന് ഈ രാത്രിയിൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. സുഖമായ നിദ്ര നൽകി ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ സമാധാനപരമായ ഒരു നല്ല ഉറക്കം നൽകി ആരോഗ്യവും ആയുസ്സും നൽകി നാളത്തെ ദിനം കാണാൻ അവിടുന്ന് നമ്മെ വിളിച്ചുണർത്തി അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.